ലേബർ റൂമിൽ കയറി ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോഴേക്കും ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ അർജുൻ കേട്ടു. പ്രിയപ്പെട്ടവർക്ക്, നയനം അവസാന ഭാഗത്തിലേക്ക് സ്വാഗതം. അത്താഴം കഴിച്ച് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് വെളിയിലിരിപ്പാണ്. 2-3 കസേരകൾ മുറ്റത്തേക്കിട്ട് കൊടുത്തിട്ടുണ്ട് കോശി. നയന കാലും നീട്ടി ഉമ്മറപ്പടിയിലാണ് ഇരിക്കുന്നത്. അവൾക്ക് പിറകിൽ ട്രേസിയയും ലിസിയും നിത അവരുടെ വീൽ ചെയറിലുമായി ഇരിപ്പുറപ്പിച്ചു. അർജുൻ പിള്ളേരെ കൂടെ ഓടിക്കളിക്കുകയാണ്. അവൻ കള്ളനും പിള്ളേര് പോലീസും. കുട്ടികളെക്കാൾ കുസൃതിയാണവന്. ചുണ്ടിലൊരു ചിരിയോടെ നയന അത് ആസ്വദിച്ച് കണ്ടിരുന്നു. ഇടം കണ്ണിട്ട് നോക്കി അവനും. വലിയ വയറ് തള്ളി മുഖത്തും കാലിലും നീര് വെച്ച് ബൊമ്മ കുഞ്ഞിനെ പോലുള്ളവളെ കാണുമ്പോൾ ഉള്ളിൽ നൊമ്പരമാണെങ്കിലും അതൊരഴക് തന്നെ. ഒരു ജീവനെ സ്വന്തം ജീവൻ കൊണ്ട് പൊതിഞ്ഞു സൂക്ഷിക്കുന്നവളുടെ അഴക്. ഉമ്മറത്തൊരു കസേരയിലാണ് വല്യമ്മച്ചി ഇരിക്കുന്നത്. ത്രേസ്യ നയനയുടെ തലമുടി തഴുകി വലിച്ച് ചിക്കെടുക്കുന്നുണ്ട്. ആ അമ്മച്ചി പതുക്കെ. വേദന എടുത്തപ്പോൾ അവൾ കുറുമ്പോടെ അമ്മച്ചിയെ തിരിഞ്ഞു നോക്കി. ത്രേസ്യ അവളുടെ മുടി കൊണ്ട കെട്ടി റബ്ബറിട്ടു. കിടക്കുമ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ കെട്ടിവെക്കണം, അല്ലേൽ മെടഞ്ഞിടണം. ഈ സമയത്ത് ദേഹത്തിന് ഭയങ്കര ചൂടായിരിക്കും. ത്രേസ്യ അവളുടെ അരികിൽ നിന്ന് എഴുന്നേറ്റു. മതി കൊച്ചേ ഇരുന്നത്, എഴുന്നേൽക്ക്. ഇങ്ങനെ ഒരേ ഇരിപ്പിരിക്കണ്ട. ലിസി അവൾക്ക് എഴുന്നേൽക്കാൻ കൈ കൊടുത്തു. വല്യമ്മച്ചി കഥയും കേട്ട് രസിക്കാല്ലേ, ഉറങ്ങണ്ടേ, വന്ന് കിടന്നേ. നയന കണ്ണു തുറന്ന് കിടക്കുന്ന വല്യമ്മച്ചിയുടെ അരികിലെത്തി. എന്തൊക്കെ പുകിലായിരുന്നു കുറച്ചു മുമ്പ് വരെ. ചിരിയും കളിയും പഴയ കഥകളൊക്കെ പറഞ്ഞ് എല്ലാവരെയും രസിപ്പിക്കുകയായിരുന്നു പുള്ളിക്കാരി. അവരൊക്കെ അടുത്തെത്തി ചുറ്റും നിന്നും നോക്കിയിട്ടും അമ്മച്ചിക്ക് അനക്കമില്ല. പക്ഷേ കണ്ണടച്ചിട്ടില്ല. നിത അവരെ വകഞ്ഞു മാറ്റി കുറച്ചുകൂടെ മുമ്പിലേക്ക് നീങ്ങുന്നത് കണ്ട് അവരല്പം മാറി നിന്നു. വല്യമ്മച്ചി. നിത അവരുടെ കൈകളിലും നെഞ്ചിലും തൊട്ടു നോക്കുമ്പോൾ ഒരു ഏങ്ങലോടെ വിളിക്കുന്നുണ്ട് നയന. എന്താ നിത? ഒന്നും മിണ്ടാതെ എല്ലാവരുടെയും മുഖത്തേക്ക് ആകുലതയോടെ നോക്കുകയാണ് നിത. മോഹൻ അവരുടെ അടുത്ത് ചെന്ന് പതുക്കെ ചോദിച്ചു. മോഹനേട്ടാ, വല്യമ്മച്ചി പോയി. ആ കൂടി നിൽക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കിയത് പറയാനുള്ള ധൈര്യമില്ലാതെ പോയി നിതക്ക്. അയ്യോ എൻ്റെ ഈശോയെ. നെഞ്ചിൽ കൈയമർത്തി ത്രേസ്യ ഒറ്റ കരച്ചിലായിരുന്നു. കൂടെയുള്ളവരും ഉറക്കെ പൊട്ടിക്കരഞ്ഞു. കേട്ട വാർത്തയുടെ ഷോക്കിൽ തൊട്ടരികിൽ കിടക്കുന്നത് പ്രാണമറ്റ വല്യമ്മച്ചിയുടെ ശരീരമാണെന്ന തിരിച്ചറിവിൽ നയന വിറങ്ങലിച്ചു പോയി. അവളുടെ വിടർന്ന കണ്ണുകളിലൂടെ കണ്ണീർ താഴേക്ക് വീഴുമ്പോഴും അവൾ ഏതോ മായാലോകത്ത് നിന്ന പോലെ അർജുനെ നോക്കി. ദയനീയമായി അർജുൻ നയനയെയും. വല്യമ്മച്ചിയുടെ അടക്കവും മറ്റു ചടങ്ങുകളും കഴിഞ്ഞ് 2 ദിവസം കൂടി കഴിഞ്ഞാണ് അർജുനും കുടുംബവും നയനയുടെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വന്നത്. ഒരു ദിവസം താമസിച്ചു തിരികെ വരാൻ ഉദ്ദേശിച്ചവരാണ്. ഒന്നും വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. വിധി മറ്റൊരു വഴിയാണ് ഒരുക്കി വെച്ചത്. വല്യമ്മച്ചിയുടെ ചടങ്ങുകളൊക്കെ നടത്തിയത് തോമസിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. അത് തോമസിൻ്റെ നിർബന്ധമായിരുന്നു. ത്രേസ്യക്കും കോശിയേക്കാൾ ഉള്ളിൽ ശൂന്യത സൃഷ്ടിച്ചത് തോമസിനും ലിസിക്കും അതിലേറെ ആ മക്കൾക്കുമായിരുന്നു. അതിന് കാരണം അവരുടെ ഊണിലും ഉറക്കത്തിലും വല്യമ്മച്ചിയൊരു ശ്വാസം പോലെ ഉണ്ടായിരുന്നു എന്നതാണ്. അത്രയേറെ അടുപ്പത്തിനുള്ള അവസരം കോശിക്കും ത്രേസ്യയ്ക്കും പിന്നെ അവരുടെ വീടിനും കിട്ടിയിട്ടില്ലല്ലോ. അർജുൻ്റെ കാറ് മുറ്റത്തേക്ക് വരുമ്പോൾ സീത രാജൻ്റെ കൂടെ ഗാർഡനിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിൽ ആളില്ലാത്തത് കൊണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നതും കുറവായിരിക്കും. പക്ഷേ വീട് വൃത്തിയാക്കാനും മറ്റുമായി ഒരല്പം ജോലി ഉണ്ടാകും. നയനയെ കൺസൾട്ടിങ്ങിന് കൊണ്ടുവരാൻ ഡോക്ടർ പറഞ്ഞ ദിവസം പോവാനായിട്ടില്ല. അന്നവർ നാട്ടിലായിരുന്നു. വന്ന ക്ഷീണം കൊണ്ട് അവൾ കിടന്നു. ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകുന്നത് നാളത്തേക്ക് മാറ്റിവെച്ചു. നയനയുടെ മനസ്സാകെ അസ്വസ്ഥമാണ്. നയനയുടെ മുഖത്തെ ശൂന്യത അർജുൻ്റെ ഉള്ളിൽ നീറുന്ന നോവായി മാറി. തോരാ മഴ പോൽ ആ ഉള്ളം ഇങ്ങനെ വിങ്ങുകയാണ്. വല്യമ്മച്ചിയുടെ ഓർമ്മകൾ അവൾക്ക് ചുറ്റുമുണ്ട്. നഷ്ടപ്പെടുമ്പോൾ മാത്രം നമ്മൾ അറിഞ്ഞു തുടങ്ങുന്ന ഒരു വലിയ വേദനയായി അവരുടെ ഓർമ്മകൾ ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു. രാവിലെ തന്നെയുണ്ട് വയറിനൊരു കൊളുത്തുപിടുത്തം. സീതേച്ചിയോട് പറഞ്ഞാൽ പുള്ളിക്കാരി ആദ്യം കയറി അപ്പം തന്നെ നിതാമ്മയെ വിളിച്ചറിയിക്കും. പിന്നെ ഓടി വരവും വെപ്രാളവും ഒക്കെ ആകും.
കഴിഞ്ഞ ആഴ്ചയാണ് നിതയും മോഹനും അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോയത്. തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ വൃത്തിയില്ലാതെ കിടന്ന് ആ വീട് ഇടിഞ്ഞു വീണ് ഞങ്ങൾക്ക് വീടില്ലാതെയാകും എന്നും പറഞ്ഞ് അർജുനെ സമ്മതിപ്പിച്ചാണ് അവർ പോയത്. നയന ആരോടും പറയാതെ ബെഡിൽ പോയി ചെരിഞ്ഞു കിടന്നു. പക്ഷേ വേദന പെരുകുകയാണ്. അമ്മച്ചി! അടിവയറ്റിൽ മുറുകെ പിടിച്ച് കരയുന്നവളുടെ കാലിലൂടെ ദ്രാവകം ഒലിക്കാൻ തുടങ്ങിയതും അവൾ നിലവിളിച്ചു. അയ്യോ മോളെ! രാജേട്ടാ! നയന മുറിയിൽ കിടക്കുകയാണെന്ന് നോക്കാൻ വന്ന സീത മുഖം ചുളിച്ച് വയറിൽ പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവളുടെ അടുത്തേക്ക് ഓടിയെത്തി. സീതേച്ചി, എനിക്ക് വയ്യ, എനിക്ക് ഒട്ടും വയ്യ, ഞാനിപ്പം മരിക്കും, അർജുനേട്ടാ! താങ്ങി പിടിച്ച് സീതയുടെ കയ്യിൽ കിടന്ന് അവൾ നിലവിളിച്ചു. തറയിൽ കണ്ട വെള്ളം ഭയത്തോടെ നോക്കി സീത രാജനെ നീട്ടി വിളിച്ചു. പക്ഷേ നിസ്സഹായരായ അവരെങ്ങനെ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കും? രാജൻ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്തു. കൈകളുടെ വിറ കാരണം ആ പാവത്തിന് നമ്പർ ഡയൽ ചെയ്യാൻ പോലും കഴിയുന്നില്ല. അയാൾ ഭാര്യയെയും അവരുടെ തോളിൽ കിടന്ന് കരയുന്ന പാവം പെണ്ണിനെയും നോക്കി നമ്പർ ഞെക്കി ഫോണെടുത്ത് ചെവിയിൽ വെച്ചു. അവരുടെ ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ട് എന്തോ ഉൾവിളി പോലെ അർജുൻ്റെ കാർ മുറ്റത്ത് വന്ന് നിർത്തി. രാജൻ കോള് കട്ട് ചെയ്ത് അവൻ്റെ അടുത്തേക്ക് ചെന്നു. ചുണ്ടിലൊരു ചിരിയോടെ കാറിൽ നിന്നിറങ്ങുന്നവൻ കണ്ട കാഴ്ചയിൽ അവിടെ നിന്ന് ഉരുകിപ്പോയി. മോനെ, അവൾക്കൊട്ടും വയ്യ, വേഗം ആശുപത്രി പോകാം. അവളെ നെഞ്ചോട് ചേർത്ത് തന്നെ മുന്നോട്ട് ഓടി വന്ന് കാറിൽ കയറാനുള്ള ശ്രമമായിരുന്നു സീത ചെയ്തത്. അർജുൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് തിരിച്ചിരുന്നു. അവൻ മുറ്റത്ത് നിന്ന് കാർ തിരിച്ചെടുക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ പിന്നെയും സമയമെടുത്തു. എന്തപ്പുണ്ടായത് സീതേച്ചി? എന്താ നയന, നിനക്ക് വേദനിക്കുന്നോ? സീതേച്ചി, അവൾക്കൊന്നുമില്ലല്ലോ. കാർ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയതും. ദീർഘമായി ശ്വാസം വലിച്ചു വിട്ട് അർജുൻ പിറകിലേക്ക് തിരിഞ്ഞു നോക്കാതെ തന്നെ ഉറക്കെ ചോദിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ വെപ്രാളവും വാഹനത്തിൻ്റെ വേഗതയും കണ്ട് നയന പേടിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല അർജുനേട്ടാ, കുഞ്ഞു വേദനയുള്ളൂ, പതുക്കെ പോയാൽ മതി. അവൻ്റെ പ്രവൃത്തിയിലുള്ള ഭയത്തിൽ അവൾ വേദന കടിച്ചമർത്തി. എന്നാൽ അവളിലെ കരുത്തിനെ ചോർത്തിക്കളയുന്ന പ്രസവ വേദന അവളെ തോൽപ്പിച്ചു കളഞ്ഞു. അവൾ വീണ്ടും കരഞ്ഞു കൂവി. ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ കാർ ബ്രേക്കിട്ട് നിർത്തി അവൻ ചാടിയിറങ്ങി. ലേബർ റൂമിൽ കയറി ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോഴേക്കും ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ അർജുൻ കേട്ടു. ആകെ പരവേശപ്പെട്ട് വരാന്തയിൽ നിന്നവൻ കുഞ്ഞുവാവയുടെ കരച്ചിൽ കേട്ടൊന്ന് പകച്ചുപോയി. ചുമരോരം ചേർന്ന് നിന്ന് നെഞ്ചിൽ കൈ അമർത്തി പ്രാർത്ഥിച്ചു നിൽക്കുന്ന സീതയെ അവൻ നോക്കി. ആ കരച്ചിലിന് കാതോർത്ത് അവൻ ലേബർ റൂമിൻ്റെ ഡോറിൻ്റെ അടുത്തേക്ക് വന്നു നിന്നു. കുറച്ചു നേരം കഴിഞ്ഞ് വാതിൽ തുറക്കപ്പെട്ടു. കുഞ്ഞുവാവയെ എടുത്തുകൊണ്ട് നേഴ്സ് പുറത്തേക്ക് വന്നു. അവൻ്റെ കുഞ്ഞു വന്നിരിക്കുന്നു. അർജുന ആഹ്ലാദം. അർജുൻ? അവർ ചോദിച്ചു. അതെ, നേർത്ത ശബ്ദം പുറത്തു വന്നു. ബേബി ബോയാണ്. വെള്ള ടർക്കിയിൽ പൊതിഞ്ഞ കുഞ്ഞിനെ അവൻ്റെ നേർക്ക് നേഴ്സ് നീട്ടിയപ്പോൾ വാങ്ങിക്കാൻ അവൻ്റെ കൈകൾ നീളുന്നില്ല. നേഴ്സ് വീണ്ടും അവൻ്റെ നേരെ നീട്ടുകയാണ്. അത്രയും പൊടിക്കുഞ്ഞിനെ അവൻ ഇന്നേ വരെ എടുത്തിട്ടില്ല. ഭയമാണോ പരിഭ്രമമാണോ തന്നെ ഇപ്പോൾ ഭരിക്കുന്നത്? അവൻ നിസ്സഹായതയോടെ സീതേച്ചിയെ നോക്കി. അവരുടെ മിഴികൾ പുതപ്പിൽ പൊതിഞ്ഞ ആ കുഞ്ഞു മുഖത്തേക്കാണ്. അവർ കണ്ണെടുക്കാതെ കുഞ്ഞിനെ നോക്കി. നേഴ്സ് ഒരു കൈകൊണ്ട് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. മറു കൈകൊണ്ട് അവൻ്റെ വലങ്കൈ പിടിച്ചെടുത്തു അതിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ വിറയിൽ കൊണ്ടവൻ്റെ ദേഹം തരിച്ചു. മൂക്കിൻ തുമ്പും നെറ്റിത്തടവും വിയർത്തു. നേഴ്സ് പുഞ്ചിരി വിടാതെ അവനെ നോക്കിക്കൊണ്ട് അവൻ്റെ ഇടം കൈ സപ്പോർട്ടിനായി കുഞ്ഞുവാവയുടെ പിറകിൽ വെപ്പിച്ചു. അർജുൻ നടുങ്ങിപ്പോയി. അവൻ്റെ ശ്വാസം വിലങ്ങി, ശരീരം വല്ലാതെ മുറുക്കി പിടിച്ചു നിൽക്കുന്നു. ഈ ഒരു പരീക്ഷണം അവൻ കരുതിയതേയില്ല. ഇങ്ങനെ മസിൽ പിടിക്കേണ്ടടോ. നേഴ്സ് അവൻ്റെ ഉയർന്നു നിൽക്കുന്ന തോളിൽ തൊട്ട് റിലാക്സ് ചെയ്യിപ്പിച്ചു അവനെ നേരെ നിർത്തി. കുഞ്ഞിനെ ഒന്ന് ആസ്വദിച്ച് കാണാൻ വേണ്ടി അർജുൻ സീതയുടെ കൈകളിലേക്ക് കൊടുക്കാൻ തുനിഞ്ഞപ്പോഴുണ്ട് നിറഞ്ഞ മിഴികളോടെ ഒരു ആർത്തിയോടെ വീൽചെയറിൽ അങ്ങോട്ട് വരുന്ന നിതാമ്മ. കൂടെ മോഹനുമുണ്ട്. അർജുൻ പതിയെ കുഞ്ഞിനെ നിതയുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. ശ്വാസമെടുത്ത് വലിച്ചു നെഞ്ചിലേക്ക് ഊതിവിട്ടു. ഇത്രയും നേരം അവൻ അനുഭവിച്ച പിരിമുറുക്കം നിത കുഞ്ഞുവാവയെ കൊതുതീരെ കാണുകയായിരുന്നു. മോഹൻ ആ ചുരുട്ടിപ്പിടിച്ച കുഞ്ഞു കൈകളിൽ ചൂണ്ടുവിരൽ കൊണ്ട് നിവർത്തിവിട്ടു. അതിനുള്ള ധൈര്യമേ ആൾക്കുള്ളൂ. നിത മുഖമുയർത്തി സീതയെ നോക്കി. സീത വീണ്ടും വീണ്ടും നിറയുന്ന മിഴികളെ തുടച്ചുകൊണ്ടേയിരുന്നു.
അവർ കാഴ്ച വ്യക്തമാക്കി കുഞ്ഞിനെ കാണുകയാണ്. ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കാൻ കഴിയാത്ത ആ സ്ത്രീയുടെ മനസ്സിൻ്റെ വേദന നിതക്കല്ലാതെ മറ്റാർക്ക് മനസ്സിലാകും? സീത തലകൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ കൊതിയോടെ വന്നവർ കുഞ്ഞിനെ എടുത്തു. ഇനി ആ കുഞ്ഞല്ലേ ആ രണ്ടമ്മമാരുടെ ലോകം? ഇങ്ങ് തരൂ, കുഞ്ഞിന് പാല് കൊടുക്കണം. നഴ്സ് സീതയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി. നയനക്ക് എങ്ങനെയുണ്ട്? കുഞ്ഞിനെ ഒന്ന് തൊട്ടുകൊണ്ട് അർജുൻ ചോദിച്ചു. ഷീസ് ഫൈൻ, ഉടനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നഴ്സ് ആ വാതിൽ കടന്നു. എനിക്ക് കാണണം. റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് പോരെ? പോരെ, ഇപ്പം കാണണം. അർജുൻ്റെ സ്വരത്തിൽ സങ്കടം സ്ഫുരിച്ചു. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചിട്ട് ഞാൻ അറിയിക്കാം. ആ പോയ നഴ്സ് തന്നെ തിരികെ വന്നു അവനെ നയന കിടക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോയി. നയനയുടെ പ്രസവ സമയത്ത് കൂടെയുണ്ടാകാൻ ബർത്ത് സ്യൂട്ട് എടുക്കാമെന്ന് നിധാമ നിർബന്ധപൂർവം പറഞ്ഞിരുന്നു. പക്ഷേ തൻ്റെ ഉള്ളിലെ വീരത്വം ആരെങ്കിലും തിരിച്ചറിയുമോ എന്ന പേടിയായിരുന്നു അർജുന്. ആ മുറിക്കുള്ളിലെ കാഴ്ചകൾ നേരിടാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് മാത്രം അവൻ ആ തീരുമാനം മാറ്റിപ്പിച്ചു. ബെഡിൽ മലർന്ന് കിടപ്പുണ്ട് നയന. ചുറ്റും നഴ്സുമാരും ഡോക്ടറും. അവളുടെ കണ്ണിന് ചുറ്റും കണ്ണീർ വീണ് ചാല് തീർത്തിട്ടുണ്ട്. അവർ എന്തൊക്കെയോ അവളെ ചെയ്തെന്നൊരു തോന്നൽ. എല്ലാം ഓക്കെ അല്ലേ? എന്നാൽ അവർ സംസാരിച്ചോട്ടെ, ഡോക്ടർ നഴ്സിനോട് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നിനക്ക് ശരിക്കും നൊന്തല്ലേ? അവൻ കരയുകയാണോ? നയന അവനെ മിഴികൾ ഉയർത്തി നോക്കി. അർജുനേട്ട, എന്താ ഇങ്ങനെ? അവൾ കൈനീട്ടി അവൻ്റെ കവളിൽ വെച്ചു. ഇത്ര കാലത്തിനടുക്ക് അവൾ കാണാത്ത അർജുൻ്റെ ഭാവം. ഈ ഒരു നിമിഷം വരെ ഞാൻ അനുഭവിച്ച സമ്മർദ്ദം, നിന്നെ ഓർത്ത്, നമ്മുടെ കുഞ്ഞിനെ ഓർത്ത്. അവൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ തുടുത്ത കവളിലൂടെ ഒലിച്ചിറങ്ങി ചെറുതാടി രോമങ്ങളിൽ ഒളിച്ചു. എൻ്റെ പൊന്നു പെണ്ണേ, ഇനി വേണ്ട, നമുക്ക് ഈ ഒറ്റ ഒരെണ്ണം മതി. നിർത്തി അർജുൻ, നിർത്തി. വയ്യ ടെൻഷൻ അടിച്ച് മരിക്കാൻ. അവൻ തല കുടഞ്ഞു. നിർത്തേ? അത് പറ്റില്ല കേട്ടോ, എനിക്ക് 3 പിള്ളേർ വേണം. തളർന്ന മുഖത്ത് തെളിഞ്ഞ കുറുമ്പ് അർജുൻ അതിശയത്തോടെ ഒറ്റപ്പുരികമുയർത്തി നോക്കി.